കേൾക്കുമ്പോൾ വളരെ ലളിതമാണ്, വളരെ ഭംഗിയായ ഒന്നാണ്, വളരെ സുതാര്യമായ ഒന്നാണ്, ഒരു തരത്തിലുള്ള ക്രമക്കേടിന് സാധ്യതയില്ല. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കണമെങ്കിൽ ഒരു കമ്പനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ഇത്ര രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങുന്നു. ആ ബോണ്ട് നമ്മൾ സാധാരണ നമുക്ക് ധനകാര്യ ഒരു ഇൻസ്ട്രുമെൻ്റാണ്. നിക്ഷേപ സ്ഥാപനങ്ങളും വ്യക്തികളും ഒക്കെ ബോണ്ടുകളിൽ നിക്ഷേപിക്കുന്ന രീതിയിലുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ടിൽ നമ്മൾ നിക്ഷേപം നടത്തുന്നു. ആ ഇലക്ട്രൽ ബോണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടി അവരുടെ അക്കൗണ്ടിലേക്ക് അത് പണമാക്കി മാറ്റുന്നു. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ള, നിയമവിധേയമായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള, ഒരു വിധത്തിലുള്ള ട്രാൻസ്പെറൻസി കുറവുമില്ലാത്ത ഒരു പ്രക്രിയയാണെന്ന് നമുക്ക് തോന്നാം. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ഒരു വൈബല്യവും ആ തട്ടിപ്പിൻ്റെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു കുടില ബുദ്ധിയുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്.